എങ്ങനെയുണ്ട്? ഇപ്പൊ എന്നെ കണ്ടിട്ട് എങ്ങനെയുണ്ട്? അതിന് മൊത്തം ഒരു തീർന്നില്ലല്ലോ. അണ്ണേ ഹാപ്പി ബർത്ത്ഡേ ടു മീ. അങ്ങനെ ബർത്ത്ഡേ ദിവസം വന്നു. പണ്ടൊക്കെ 18, 19, 20 വയസ്സെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാവർക്കും പറയും എനിക്ക് 18 വയസ്സായി, 20 വയസ്സായി എന്നൊക്കെ. അയ്യോ അതിപ്പോൾ 3ലേക്ക് കടന്നപ്പം എനിക്കൊരു ടെൻഷൻ. അയ്യോ വയസ്സായി വരുവാണല്ലോ എന്നുള്ളൊരു ടെൻഷനുണ്ട് കേട്ടോ, സത്യം പറഞ്ഞാൽ. പിന്നെ എന്താണ്, എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു എൻ്റെ ജീവിതത്തിൽ ഇപ്പം ഇത്രയും വർഷത്തിൽ എൻ്റെ കൊച്ചുനാൾ മുതലുള്ള ദിവസങ്ങൾ എടുക്കുവാണെങ്കിൽ എൻ്റെ എല്ലാ വിശേഷ ദിവസങ്ങളിലും എനിക്ക് സന്തോഷമുള്ള, എനിക്ക് പ്രിയപ്പെട്ട എല്ലാ ദിവസങ്ങളിലും എനിക്കൊരു വിഷമം ഉണ്ടാകും. അത് ചിലപ്പം ചിലർ പറയും അത് വെറുതെ ഒരു വിശ്വാസമാണ്, എൻ്റെ തെറ്റിദ്ധാരണയാണെന്നൊക്കെ. പക്ഷെ അല്ല കേട്ടോ, എനിക്ക് ഇത്രയും വർഷത്തെ ആ അനുഭവം വെച്ചിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ എല്ലാ എനിക്ക് ജീവിതത്തിൽ പ്രധാനപ്പെട്ട എല്ലാ ദിവസങ്ങളിലും എനിക്ക് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്തെങ്കിലും സന്തോഷമുള്ള ദിവസങ്ങൾ വരുമ്പോൾ ഞാൻ നേരത്തെ എൻ്റെ മനസ്സിൽ വിചാരിക്കുന്നത് എനിക്ക് എന്തുമായിരിക്കും വിഷമമുള്ള സംഭവം വരാൻ പോകുന്നതെന്ന്. കാരണം വെച്ചാൽ ചെറിയൊരു വിഷമമായിരിക്കും, അതെനിക്ക് നല്ലോണം വിഷമമാവും, പിന്നെ അതങ്ങ് മാറി സന്തോഷമാവും. പക്ഷേ എനിക്ക് ഉള്ളതാണ് അത്. അപ്പോൾ ഇന്നലെയും ആ പറഞ്ഞതുപോലെ എനിക്കിപ്പം ഞാൻ നിങ്ങളോട് ഉദാഹരണം പറയണം, എൻ്റെ കല്യാണമായാലും എൻ്റെ പൊന്നൂസിൻ്റെ 40 മൂന്നുകുട്ടൻ്റെ ബർത്ത്ഡേ, എല്ലാത്തിനും എനിക്ക് ചെറിയ ചെറിയ വിഷമങ്ങൾ, നിസ്സാര സംഭവങ്ങളായിരിക്കും, പക്ഷെ എനിക്ക് ഭയങ്കര വിഷമമാവും. പക്ഷെ കുറച്ച് ഇന്നലെയും ഇതുപോലെ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു ഒരു ചെറിയ സംഭവത്തിന്. എനിക്കറിയത്തില്ല നാളത്തെ ദിവസമെല്ലാം പോയി എനിക്ക് ഇങ്ങനെ വിഷമമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ അണ്ണനും പൊന്നൂസും മൂന്നുകുട്ടനും മൈൻഡൊക്കെ മാറി എല്ലാം അങ്ങ് മറന്നു. ചെറിയ നിസ്സാര സംഭവമാണ്, പക്ഷെ നിസ്സാര സംഭവമാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഓർത്ത് വിഷമിച്ചിരിക്കും. അപ്പോൾ പിന്നെ വൈകുന്നേരം ആയപ്പം അങ്ങ് മാറി. പിന്നെ ആദ്യമായിട്ട് എല്ലാ വർഷവും വിഷ് ചെയ്യുന്നത് ഷാനാന്നായിരിക്കും. കാരണം വെച്ചാൽ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ടേ പ്രേമിക്കുന്ന ആ ഒരു ഇതിൽ ഒരു 12 മണിക്കൊക്കെ കാത്തിരുന്ന് ഞാൻ അണ്ണൻ്റെ ബർത്ത്ഡേക്കും അണ്ണൻ എന്നെയും വെഡിങ് ആനിവേഴ്സറി അങ്ങനെയൊക്കെ വിഷ് ചെയ്തും മെസ്സേജ് അയക്കുകയൊക്കെ ആ ശീലം അങ്ങായി. ഇന്നലെ ഞാൻ മോനോട്ടിനെ ഉറങ്ങി, ഞാനങ്ങൊന്നും അറിയാതെ ഉറങ്ങിപ്പോയി കേട്ടോ. അറിയപ്പോൾ അണ്ണനെ വിളിച്ചുണർത്തി എനിക്ക് ഗിഫ്റ്റൊക്കെ തന്ന് അങ്ങനെ അണ്ണനാണ് ആദ്യം വിഷ് ചെയ്തത്. പിന്നെ നമ്മൾ ഈ ഇടയ്ക്ക് വെച്ച് ഉണർന്ന് കഴിഞ്ഞാലും പിന്നെ നമുക്ക് ഇച്ചിരി ഉറക്കം ശരിയാലും പിന്നെ വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഉറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഇച്ചിരി ഉറങ്ങിപ്പോയി. ഇപ്പം രാവിലെ ഓടി എണീറ്റ് വന്നതാണ് കേട്ടോ. അപ്പം സ്കൂളിൽ വിടണമല്ലോ പൊന്നുനെ മോനോട്ടെ, ഇന്ന് വെള്ളിയാഴ്ചയല്ലേ. അന്നേരത്തേക്ക് എൻ്റെ അത്ത വിളിക്കുന്നു. ഞാൻ വിചാരിച്ച അത്ത ഡ്യൂട്ടിയുടെ തിരക്കിലൊക്കെ മറന്നു വെക്കണം. ഹാപ്പി ബർത്ത്ഡേ ടു യു. അന്നേരം ഡ്യൂട്ടിക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുവാണ്. അന്നേരം വിളിച്ചാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നോക്കുക വാട്സപ്പിൽ അമ്മ മെസ്സേജ് ചെയ്യുന്നു, ഹാപ്പി ബർത്ത്ഡേ വോയിസ് മെസ്സേജ്. അയ്യോ അങ്ങനെ എന്തായാലും രാവിലെയും വിഷ് കിട്ടി, സന്തോഷം. പിന്നെ ഇന്നലത്തെ നമ്മുടെ ലഞ്ച് ബോക്സ് വീഡിയോയിൽ ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞായിരുന്നു നാളെ ബർത്ത്ഡേ, അപ്പോൾ പൊന്നൂനും മോനെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അപ്പം തൊട്ട് കുറേ വിഷും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. യൂട്യൂബും തുടങ്ങിയപ്പോൾ തൊട്ട് ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ പൊന്നൂൻ്റെ ബർത്ത്ഡേക്ക് ആയാലും അണ്ണൻ്റെ ആയാലും എൻ്റെ ആയാലും ഒരുപാട് പേര് വിഷ് ചെയ്യുന്നുണ്ട്. അത് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ, ഭയങ്കര സന്തോഷം. എനിക്ക് ഈ യൂട്യൂബ് ചാനലിൽ നിന്ന് ഏറ്റവും കുറേ പേര് വിചാരിക്കും, എന്താ പറയുക കുറേ പേര് വിചാരിക്കും എനിക്ക് പൈസയുടെ ഒരു മൈൻഡാണ്, അല്ലെ കുറേ നമ്മളെ ഇഷ്ടമില്ലാത്തൊരു പറയും നമുക്ക് പൈസ കിട്ടുന്നുണ്ടല്ലോ പൈസ കിട്ടും. പക്ഷെ അതിനേക്കാളൊക്കെ വലുത് എനിക്ക് മടുക്കാത്തൊരു കാര്യം എന്ന് വെച്ചാൽ എന്നെ ഇപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുമോയെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്താണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ നിങ്ങളടുത്ത് Q&Aയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഞങ്ങളുടെ ലവ് മാരേജ്, അത് കഴിഞ്ഞിട്ടുണ്ടായ സംഭവങ്ങൾ ഒക്കെ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ടൈമിൽ ഞാൻ ജീവിതത്തിൽ ഏറ്റവും വിഷമിച്ച ഘട്ടമെന്ന് വെച്ചാൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു മാസമാണ്. സാധാരണ എല്ലാവരും സന്തോഷിക്കുന്നത് കല്യാണം കഴിഞ്ഞിട്ടുള്ള ആ ഒരു മാസമാണ്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ വിഷമിച്ച സമയം ആ ഒരു മാസമാണ് കേട്ടോ. പിന്നെ ആ മാസം ലാസ്റ്റ് ആയപ്പോൾ പൊന്നൂനെ പ്രഗ്നൻ്റായി. പിന്നെ ഞങ്ങൾ സന്തോഷമായിരുന്നു. പിന്നെ ആ ഒരു മാസം മറ്റുള്ളവരുടെ ഈ ഗോൾഡ് കുറവ് അല്ലെങ്കിൽ ശ്രീധനം കുറവ് ഇതിൻ്റെയൊക്കെ പേര് പലരും എൻ്റെ അടുത്ത് മിണ്ടത്തുപോലുമില്ല, എന്തോ ഭയങ്കര കുറവുമാണ്. അപ്പം ആ ഒരു സമയത്തൊക്കെ അനുഭവിച്ചൊരു വിഷമം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. അപ്പം ഇപ്പം അതേ ആൾക്കാരെ എന്നെ അടുത്ത് മിണ്ടുകയും കാര്യം പറയുകയും ഒക്കെ ചെയ്യുന്നെങ്കിൽ എനിക്കിന്ന്
എന്താ പറയുക, ഒരു വിലയുണ്ട് എനിക്ക് യൂട്യൂബിൽ. ഞാനായിട്ട് നമ്മളെ പണ്ട് വിലയില്ല എന്ന് വെച്ച ആൾക്കാർ മുമ്പ് എനിക്കിന്നൊരു വില ഉണ്ടാക്കി തന്നത് നമ്മുടെ യൂട്യൂബാണ്. കാരണം അതിൽ നിന്നും എനിക്ക് കിട്ടുന്ന വരുമാനം, അതൊക്കെ പറ്റുന്നുണ്ടല്ലോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത. കാരണം ഇപ്പം അവർ പണ്ടത്തെ കാര്യമൊക്കെ മറന്ന് എന്നെ കണ്ടാൽ ഭയങ്കരമായിട്ട് മിണ്ടുകയും ഇതിൻ്റെ കാര്യമൊക്കെ ചോദിക്കുകയും ചെയ്യും. അപ്പം എനിക്ക് പുറത്തിറങ്ങുമ്പം നമ്മളെ കണ്ട് സംസാരിക്കാൻ ഒരു 2-3 പേര് മുത്തുമണീസല്ലേ. അപ്പോൾ എനിക്ക് അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഇപ്പം വിഷ് ചെയ്യുന്നതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്കത് ഏറ്റവും കിട്ടാവുന്നത് വെച്ച് ഏറ്റവും വലിയ വലിയ കാര്യങ്ങളാണ്. ഞാൻ പണ്ട് ആ ഒരു വിഷമത്തിൽ നിന്ന് വന്ന ആളായതുകൊണ്ട് എനിക്കിതൊക്കെ ഭയങ്കര വിലയുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് ഈ വീഡിയോസ് എടുക്കുന്നതൊന്നും ഒരിക്കലും മടുക്കില്ല ഫ്രണ്ട്സ്. ഒരിക്കലും അത് പൈസയ്ക്ക് വേണ്ടിയല്ല. അത് എനിക്കറിയാം, ഇതിലൊരു ഭയങ്കര ഇഷ്ടമാണ്. വിഷയങ്ങളായാലും നമ്മളെ കണ്ട് സംസാരിക്കുന്നതായാലും മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് പണ്ട് എന്നെ വിഷമിപ്പിച്ച ആൾക്കാരുടെ മുമ്പിൽ എനിക്കൊരു വില ഉണ്ടാക്കി അണ്ണ എന്നോട് എപ്പോഴും പറയട്ടോ, നീ യൂട്യൂബ് ചെയ്തതിലൂടെ നിനക്ക് നിന്നെ താഴ്ത്തി വെച്ച എല്ലാവരുടെ മുമ്പിൽ നീയായിട്ടൊരു വില ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് സംസാരിക്കാനുള്ള ഒരു കഴിവുണ്ട്. അതിൽ നിന്നാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ കൊണ്ടുവന്നത്. അതിൽ നിന്ന് നിങ്ങളെനിക്ക് തന്ന സപ്പോർട്ട് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ് ഇതിനോട്. ഞാൻ എവിടെ പോലെ പെട്ടെന്ന് എൻ്റെ ഫോണെടുത്ത് വീഡിയോ എടുക്കാൻ തോന്നുന്നത് എനിക്ക് ആ ഒരു മൈൻഡ് കൊണ്ടാണ്. അപ്പോൾ ഈ വിഷിംഗ് ഒക്കെ എനിക്ക് ഭയങ്കര വിലപ്പെട്ടതാണ് ഫ്രണ്ട്സ്. ലവ് യു സോ മച്ച്. ഇന്നലെ തന്നെ ഞാൻ ലഞ്ച് ബോക്സ് വീഡിയോ ജസ്റ്റ് ഒന്ന് പറഞ്ഞപ്പോൾ എന്തോരം കമൻസാണ് വന്നത്. ഹാപ്പി ബർത്ത്ഡേ, താങ്ക് യു മുത്തുമണീസ്. അപ്പം ഇന്ന് ലഞ്ച് ബോക്സിൽ പൊന്നൂസിന് എന്തെങ്കിലും സ്പെഷ്യൽ കൊടുത്തോളണം എന്ന് വിചാരിച്ചു. അതുമാത്രമല്ല, കഴിഞ്ഞ ഇതിന് എന്താ പറയുന്നത്, കഴിഞ്ഞ ആഴ്ച എങ്ങാണ്ട് പൊന്നു എന്നോട് പറഞ്ഞു, പൊന്നുൻ്റെ ഒരു ഫ്രണ്ട് കുഴിമന്തി കൊണ്ടുവന്നു. അമ്മ എനിക്കും കുഴിമന്തി ഉണ്ടാക്കി തരുമെന്ന്. അന്നേരം 2 ആഴ്ചയായി. അപ്പം ഞാൻ ബർത്ത്ഡേക്ക് ഉണ്ടായി, അത് ഉച്ചയ്ക്ക് നമുക്ക് കഴിക്കുകയും ചെയ്യാം. അപ്പം ഇന്ന് 1-2 പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അതെന്താണ് ഞാൻ വഴിയെ പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും. ഞാൻ മന്തി ഉണ്ടാക്കാൻ പോവാം. വാ 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 വാ. സമയം ഒത്തിരിയായി. അതേ നമ്മുടെ മന്തി കഴുകിയെടുക്കട്ടെ. ഇത് നമ്മുടെ ചിക്കൻ മസാലയൊക്കെ പുരട്ടിയിൽ ഇന്നലെ രാത്രി ഞാൻ ഫ്രീസറിൽ വെച്ചു. ടേസ്റ്റ് ആവട്ടെ എന്ന് വിചാരിച്ചു മസാല വരട്ടിയിട്ട്. നമുക്ക് വേഗം അരി കഴുകിയിടാം. പിന്നെ ക്യാപ്സിക്കം അരിഞ്ഞ് ഇതിലേക്ക് വയ്ക്കാം. സമയമായി കേട്ടോ. നിങ്ങളുടെ വർത്താനം പറയുന്ന സമയം സാധാരണ 7:30 ആകുമ്പോഴത്തേക്ക് എൻ്റെ ലഞ്ചൊക്കെ റെഡി ആവുന്നതാണ്. നമുക്ക് കേടാം. ഒരെണ്ണം മതി. ഉള്ളതെല്ലാം കൂടെ അരിഞ്ഞിട്ടാലും ഈ പൊന്നൂരും മോനൂടെ ഇതൊന്നും അങ്ങനെ പിടിക്കത്തില്ല, ഇഷ്ടമല്ല. മന്തി സാധാരണ വലിയ പീസായിട്ടല്ലേ കട്ട് ചെയ്യുന്നത്. ഇത് പക്ഷേ നമ്മൾ കൊച്ചു കൊച്ചു പീസായിട്ടാണ്. ഞാൻ കുറച്ച് വലിയ പീസായിട്ട് മതി എന്ന് തോന്നുന്നു. കാരണം വലിയ പീസാണെങ്കിൽ സ്കൂൾ കൊടുത്തുവിടാനും പറ്റില്ല. ആ വലിയൊരു പീസ് അവർ കഴിക്കത്തില്ല. അതുകൊണ്ട് കൊച്ചു നമ്മൾ കറി വയ്ക്കുന്ന പീസ് പോലെ കട്ട് ചെയ്തത്. നമ്മുടെ ചിക്കൻ വെന്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാമേ. ഇതൊക്കെ ഇനി എപ്പം ഞാൻ ലഞ്ച് ബോക്സ് വീഡിയോ ഒക്കെ എടുത്ത് സെറ്റാക്കും, എനിക്കറിയത്തില്ല. സംസാരിച്ചതിന് സമയം പോയി. അതുമല്ല ഇടയ്ക്ക് എണീറ്റുകൊണ്ട് പിന്നെ ഇപ്പം രാവിലെ എഴുന്നേക്കാണ് താമസിച്ചു. പെട്ടെന്ന് വേവുമായിരിക്കും അല്ലേ? 1 കിലോ ഇടണ്ടല്ലോ അല്ലേ? ഇവിടെ 2-3 പേരൊക്കെ വരുന്നുണ്ട്. ബർത്ത്ഡേക്കൊന്നും അല്ല, അല്ലാതെ കേട്ടോ. ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ പറയാം പിന്നെ വിശേഷം. അപ്പോൾ അണ്ണൻ പറഞ്ഞ അവർക്കൊക്കെ ചോറേ ശരിയാക്കി വെക്കണമെന്ന്. 4 ഗ്ലാസ് മതിയല്ലേ? 4 ഗ്ലാസ് മതി. ഇന്നലെ എന്നോട് പറഞ്ഞു വീട്ടിൽ വരുന്നവർക്കും ചോറ് കൊടുക്കണം, അല്ലെങ്കിൽ വെള്ളം കലക്കിയോ എന്തെങ്കിലും ഫുഡൊക്കെ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു. നമുക്ക് അവർ സമയം തെറ്റിയോ വരുന്നതെങ്കിൽ വേറെ എന്തെങ്കിലും കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ചോറ് കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോഴത്തേൻ്റെ മന്തി തട്ടാൻ പോവാണ് കേട്ടോ. ജോലി തിരക്കായിരുന്നു ഫ്രണ്ട്സ്. അതാണ് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റാനത്. കാരണം താമസമാണ് എണീറ്റത്. പിന്നെ അതിൻ്റെ കൂടെ സംസാരിച്ച് നിന്ന് സമയം പോയാലോ, അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ജോലി ചെയ്യുന്നത്. അല്ലെങ്കിൽ കുഴപ്പമില്ല. പൊന്നും മോനോടൊന്നും സ്കൂളില്ലാത്ത ദിവസമാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അതുകൊണ്ട് ഫ്രണ്ട്സ്, ഞാൻ ഇങ്ങനെയാണ് മയോനോസ് ഉണ്ടാക്കുന്നത്. പാലിൽ നിന്നാണ് കേട്ടോ, വെജിറ്റബിൾ മയോനോസാണ്. പിടിക്കുന്ന സാധനം. ചിക്കൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ മസാലയായിട്ട് ചോറ് ചേർത്തിട്ട് ചിക്കൻ മേളിൽ വയ്ക്കാം നമുക്ക്.
ഞാൻ ഇതിനകത്ത് സാധാരണ നമ്മൾ പച്ചമുളക് വെക്കാറുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഇപ്പോൾ പച്ചമുളക് വെക്കുന്നില്ല. കാരണം വെച്ചാൽ പച്ചമുളകും കൂടെ വെക്കുമ്പോൾ ഭയങ്കര എരിയായിരിക്കും കേട്ടോ. ഇവിടെ എരിയുള്ള പച്ചമുളകാണ്. അപ്പോൾ പൊന്നൂസിന് മോണ്ടന് കൊടുക്കാനുള്ളതുകൊണ്ട് അങ്ങനെ ഞാൻ ചെയ്യുന്നില്ല. ഇത് കുറച്ച് നേരം ദമ്മിട്ട് വെച്ചിട്ട് ഞാൻ പോയി വെള്ളമൊക്കെ ചൂടാക്കി മയോനൈസൊക്കെ ഉണ്ടാക്കിയിട്ട് വരാമേ. ഡേ ഫ്രണ്ട്സ്, എൻ്റെ മന്തി സെറ്റ് കഴിച്ചു നോക്കിയില്ല കേട്ടോ. കഴിച്ചു നോക്കാം ടേസ്റ്റ് ഉണ്ടോയെന്ന്. ഇത് പൊന്നൂനും മോട്ടനും കുളിക്കാനുള്ള വെള്ളം ചൂടാക്കി വെച്ചേക്കുവാണ്. അപ്പോൾ ഇത് ഞാൻ വേഗം ലഞ്ച് ബോക്സ് എടുത്ത് അതിലാക്കി സെറ്റ് ആക്കട്ടെ. എന്നിട്ട് വേണം അവരെ വിളിക്കാൻ. കുളിക്കണ്ടേ? പൊന്നൂനും മോട്ടന് ആനുവൽ ഡേയുടെ ഡാൻസ് പ്രാക്ടീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ വേഗം പോകണം. അപ്പോൾ 9 മണിക്ക് മുമ്പ് പോകണം. മോട്ടോയ് നമ്മുടെ സുന്ദര ഒറ്റ വിളിക്കണീ എൻ്റെ കുഞ്ഞു വിളി. എൻ്റെ ശുണ്ടിരി എൻ്റെ ശുണ്ടിരി എൻ്റെ ശുണ്ടിരി എൻ്റെ ശുണ്ടിരി അത് രണ്ടും കണക്കാം. ഇന്നെന്താ മോനോട്ടാ വിശേഷം? മോനോട്ടോ ഇന്നെന്താ വിശേഷം? ഇന്നെന്താ വിശേഷം? ഒന്നുമില്ലെന്ന്. എന്നാലും ഇന്ന് എന്തുമായിരുന്നു വിശേഷം? ഇന്നെന്തുമായിരുന്നു വിശേഷം? അമ്മ ഇന്നലെ മന്തി ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ എന്തിനാ അമ്മ ഇന്നലെ മന്തി ഉണ്ടാക്കണമെന്ന് പറഞ്ഞേ? ഒന്ന് ഇറങ്ങി എണീറ്റും മറന്നുപോയോ? അമ്മ പറഞ്ഞില്ലേ ഇന്ന് ഒരാഴ്ച മുമ്പേ മക്കള് അന്ന് ഫ്രൈഡേ അമ്മയുടെ ഇങ്ങനെ പറഞ്ഞിരുന്നില്ലേ? ബർത്ത്ഡേ, അമ്മയുടെ ബർത്ത്ഡേക്ക് എന്താ വിഷ് ചെയ്യാത്ത മക്കള്? അമ്മ വിഷ് ചെയ്യുന്നില്ലയോ? അമ്മ വിഷ് ചെയ്യടി. ഓ ഇതെന്തൊരു വിഷയൊക്കെ വാ. ഫോൺ അങ്ങോട്ട് ഓഫാക്കിയപ്പോൾ വിഷയം എനിക്ക് കെട്ടിപ്പിടിച്ച് ഹാപ്പി ബർത്ത്ഡേ പറ. ബർത്ത്ഡേ പൊന്നൂസിനെ മോനോട്ടനെ ഇനി ഞാനൊരു ബോംബ് പൊട്ടിക്കണം. ഒരു അമ്മുട്ട് പൊട്ടിച്ചിട്ട് വരാം. അണ്ണേ അങ്ങനീരേ താങ്ക് യു. ആ പോയി കുളിച്ച് പല്ലേ വേഗം ഐഡി കാർഡൊക്കെ അത് ഐഡി കാർഡൊക്കെ നേരെ ഒരു സന്തോഷ വാർത്തയുണ്ട്. ഞങ്ങൾക്ക് ഗോൾഡ് ബട്ടൺ കിട്ടിയിരിക്കുന്നു. അപ്പൊ നമ്മുടെ അമ്മയുടെ ബർത്ത്ഡേക്ക് പൊട്ടിക്കാന്ന് വെച്ചേക്കുവാണ്. എന്റെ ബർത്ത്ഡേ കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ്. അത്ര കയ്യിലൊന്നും കാണിക്കണ്ട. പൊട്ടിക്കാം. ഇപ്പൊ ബാ പോവാം. ഷോക്സ് ഇട്ടോ മോൻ? പൊന്നു ഷോക്സ് ഇട്ടോ? ബാ ഇറങ്ങ. ഷൂ അവരെ എന്ന് പറയണോ? അതുമല്ല മോനൂട്ട ഇന്നലെ നമ്മുടെ ബ്ലോഗിൽ ID കാർഡ് ഞാൻ പൊന്നൂനെ ഒരുക്കൊണ്ടുവന്നപ്പോൾ അടുത്ത് കൊണ്ടുവന്ന് കാണിച്ച് അതിനകത്ത് എൻ്റെ അണ്ണൻ്റെ പേഴ്സണൽ നമ്പർ കാണിച്ച് അപ്പം തന്നെ ഞങ്ങൾക്ക് ഒരു 10-20 കോള് വന്ന് കുഞ്ഞുങ്ങളെങ്ങാണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് വിളിച്ച്. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ആ വീഡിയോ പ്രൈവറ്റ് ആക്കി. പിന്നെ രണ്ടാമത് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഭാഗം കട്ട് ചെയ്തിട്ട് ഇല്ല മോനൂട്ടനെ പൗഡർ ഇട്ട് കൊടുത്തില്ല. ടാറ്റാ ഉമ്മ. ഓ ഇനി ഒരു കിൻഡൽ ജോലിയുണ്ട് ഫ്രണ്ട്സ്. ഇവർ പോയിട്ട് ഇവിടെയൊക്കെ വൃത്തിയാക്കണം. അയ്യോ പറഞ്ഞോ, ഉച്ച കഴിയും. അപ്പം നമുക്കിനി ബാക്കി പരിപാടീസൊക്കെ തുടങ്ങുമ്പോൾ വീഡിയോ എടുക്കാൻ പറയാം. വൈകിട്ട് മക്കൾ വന്നിട്ടേ ഉള്ള എല്ലാം. ടാറ്റാ പാടണേ. ഇടവിട്ട് ഇങ്ങനെ കറണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ്. പക്ഷെ ഞങ്ങളുടെ ജോലിയൊക്കെ ഒതുങ്ങി കേട്ടോ. ഇനി വൈകുന്നേരം കേക്ക് മുറിക്കുന്ന സമയത്തും കറണ്ട് കാണത്തില്ല. എങ്കിൽ പിന്നെ വീഡിയോ ഒക്കെ കുളമായി. അത് മാത്രമല്ല നമുക്ക് പുറത്ത് മഴ പെയ്തില്ലല്ലോ അണ്ണേ. മഴക്കോളാണ് ഇരുണ്ട് മൂടി കിടക്കുവാണ്. ഇന്നലെ വൈകിട്ട് ചെറിയൊരു മഴ പെയ്തു. ഇന്നും വൈകിട്ട് പെയ്യാനായിരിക്കും ഇരുണ്ട് മൂടി കിടക്കുന്നത്. അപ്പം കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് വീഡിയോ ഒക്കെ ഇടുമ്പോൾ ഭയങ്കര ഇരുട്ടായിരിക്കും. അപ്പം ഞങ്ങൾ ചോറ് കഴിച്ചിട്ട് കേക്ക് വാങ്ങാം. പിന്നെ അവരൊക്കെ വരുന്നതല്ലേ. അപ്പോൾ നമുക്ക് വെള്ളമൊക്കെ കലക്കി കൊടുക്കണ്ടേ. ഇന്ന് നമുക്ക് 2 കൊളാബുണ്ട്. അതാണ് ഞാൻ പറയാമെന്ന് വിചാരിച്ചത്. ഒന്ന് നമുക്ക് ഒരു മേക്കപ്പിൻ്റെ കൊളാബുണ്ട്. പിന്നെ നമുക്ക് സ്റ്റുഡിയോയിൽ നിന്ന് ഒരു കൊളാബുണ്ട്. അപ്പോൾ ഫോട്ടോഷൂട്ടും ഇതും. ഇപ്പം നമുക്ക് വിശേഷമുള്ള ദിവസം ആകുമ്പോൾ നമുക്ക് നല്ലതല്ലേ. ഇപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കൊല്ലത്തുള്ളതാണ്. ഞാൻ ഡീറ്റെയിൽ ഒക്കെ വന്നിട്ട് പറയാം കേട്ടോ. എന്നോട് ചോദിച്ചു എനിക്ക് ഇത്തായിട്ട് ഒരു കൊളാബ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വന്നു അതിനെന്താ എൻ്റെ ബർത്ത്ഡേയുടെ ഒന്ന് വാങ്ങുന്നു പറഞ്ഞു. അപ്പം അന്ന് നമുക്ക് ഒരുങ്ങുകയും ചെയ്യാം, ഫോട്ടോസ് എടുക്കാം എല്ലാം. അപ്പം സംസാരിക്കട്ടെ, ഇങ്ങോട്ട് വാ. അപ്പോൾ എല്ലാം നടക്കുമല്ലോ എന്ന് കരുതി കേട്ടോ. അപ്പം അത് ഒരു 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വരും. പിന്നെ പൊന്നൂസും മോനോട്ടനും 4 മണിക്ക് 3:45 വരുമല്ലോ. അത് കഴിഞ്ഞ് അവരെയൊക്കെ ഒരുക്കിയിട്ട് നമുക്ക് സ്റ്റുഡിയോയിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ വരും. അപ്പം അതാണ് ഇന്നത്തെ ഇത്. അപ്പം നമ്മളിവിടെ അടുത്ത് നമുക്ക് നമ്മുടെ നാട്ടുകാർ ഒരു ഇത്തടുത്താണ് പിന്നെ കേക്കിന് പറഞ്ഞത്. അപ്പോൾ ഇത്ത പറഞ്ഞു വോയിസ് മെസ്സേജ് അയച്ച് അവരുടെ മോനല്ലേ എന്നെ
കുഞ്ഞ് നമ്മളെ കാണാൻ വേണ്ടിട്ട് സ്കൂളിൽ ഇന്ന് പോവാതിരിക്കുക, കേക്ക് എന്നിട്ട് വിഷ് ചെയ്യാൻ വേണ്ടി സ്കൂളിൽ പോയില്ലെന്ന്. അണ്ണൻ മാത്രം അപ്പൊ കുഞ്ഞ് പോയില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞെങ്കിൽ ഞാനും വരാം, നമുക്കൊരു സന്തോഷമല്ലേ. അങ്ങനെ ഞങ്ങള് പോവാന്ന് വിചാരിച്ചു. അണ്ണൻ 3 പപ്പടമുള്ള അണ്ണൻ്റെ, എന്നാലും കുഴപ്പമില്ല എടുത്തോ. സാധാരണ മന്തിയുടെ കൂടെ ആരും പപ്പടം കഴിക്കത്തില്ല, എന്നാലും ഞങ്ങൾ അങ്ങ് ഉണ്ടാക്കി ഫ്രണ്ട്സ്. അതിന് വരെ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം നമുക്ക് വെള്ളവും അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സ് ഐറ്റം ഒക്കെ വാങ്ങിച്ചു വെക്കാന്ന് വിചാരിച്ചു, അവരൊക്കെ വരുമ്പോൾ കൊടുക്കാനായിട്ട്. ചോറ് കഴിച്ചില്ലെങ്കിലോ, കഴിക്കുവാണെങ്കിൽ നമുക്ക് ചോറ് കൊടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് കേക്ക് വാങ്ങാൻ പോയിട്ട് സാധനം മേടിച്ചിട്ട് നമുക്ക് വരാം. എല്ലാവരൊക്കെ കഴിക്കുന്നു. കൊള്ളാം എൻ്റെ ചോറ്. സലാഡ് കൂടെ വെക്കേണ്ടിയായിരുന്നു. ഈ നമ്മൾ ടൗണിലോട്ട് വന്നു. സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങാം. അന്നും കയറി എന്നിട്ട് അവിടെ ചെന്നപ്പോൾ ദേ സൂപ്പർ മാർക്കറ്റിൽ പാട്ടിട്ട് കിലുക്കുവാണ് ഫ്രണ്ട്സ്. പക്ഷേ നമുക്ക് കോപ്പിറൈറ്റ് വരുമല്ലോ. അപ്പോൾ ദേ അണ്ണൻ ടാങ്ക് എടുത്തു. ഞാൻ പറഞ്ഞു ഓറഞ്ച് ഫ്ലേവറിൻ്റെ എടുക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഇനി എനിക്ക് മയോനൈസ് ഉണ്ടാക്കാൻ വയ്യ. അപ്പോൾ അഥവാ അവരൊക്കെ വരുമ്പോൾ ചോറ് കൊടുക്കേണ്ട വന്നാലേ ഞാൻ പറഞ്ഞു അണ്ണേ ഒരു അച്ചാർ എടുക്കും. പിന്നെ അവർക്ക് വേണ്ടി കേക്കും കാര്യങ്ങളൊക്കെ എടുത്തു. കുഞ്ഞുങ്ങളുടെ സ്നാക്സ് മാത്രമേ ഇരിപ്പുണ്ട്, വലിയവർക്ക് കൊടുക്കാൻ പറ്റിയ രീതിയിൽ കുറച്ച് സ്നാക്സ് എടുത്തു. പിന്നെ ഞാൻ പൊന്നൂസിനും മോനൂടനും തൊപ്പി വെച്ചിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് 2 ഹാപ്പി ബർത്ത്ഡേ തൊപ്പിയൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് നേരെ ദേ നമ്മൾ കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലുള്ള ഒരു ഇത്താണ് കേട്ടോ, ഇത്താടെ വീട്ടിൽ വന്നു. അപ്പോൾ അതേ നമ്മുടെ കുട്ടി സബ്സ്ക്രൈബർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുവാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഇത്താടെ നിന്ന് കേക്ക് വാങ്ങുന്നത്. ഇക്കൊരു ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, ബെസ്റ്റ് ഫുഡ് ഹോം മേക്കർ എന്ന് പറയുന്ന പേജാണ്. അത് അടിപൊളി ഫോട്ടോസൊക്കെ ഇടുന്ന കണ്ടിട്ടാണ് ഞാൻ ഇത്താക്ക് മെസ്സേജ് അയച്ചത് കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ കേക്ക് മേറ്റ് വാങ്ങി നമ്മൾ തിരിച്ചു പോവാണ്. വരുന്നോ? ഞങ്ങളുടെ വീട്ടിൽ വരുന്നോ? വരുന്നോ? മോനെ അവിടെ തിരക്കായിരിക്കും. മോനെ മുത്തുമണി. അപ്പോൾ ഇതാണ് ഓണാക്കിയിട്ടുണ്ടോ? മുത്തുമണി. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ്, ബർത്ത്ഡേ ഡ്രസ്സ്. ഇന്നലെ ഞാനും അണ്ണനും കൂടെ പോയി എടുത്തതാണ് കേട്ടോ. അപ്പം കൊള്ളാമല്ല കേട്ടോ, കാശ് കൊടുത്ത് വാങ്ങിച്ചതാണ്. അപ്പം ഫ്രണ്ട്സ്, അപ്പം ഇതാണ്ട് എന്നെ ഒരുക്കാനുള്ള മോള് വന്ന് നിൽക്കുവാണ്. എന്തുവാടാ പേര്? ഫാബ്സ് ഗാലറി. അപ്പം ദേ ഫാബ്സ് ഗാലറി എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് ഇന്ന് എന്നെ കൂട്ടിയടിക്കാൻ ആൾ വന്നിരിക്കുന്നത്. അപ്പോൾ എന്നെ ഒരുങ്ങിയിട്ട് ഞാൻ ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് പറയാം. എന്നിട്ട് സാധാരണ എൻ്റെ ഉറങ്ങില്ല, അണ്ണ ഇറങ്ങി വരുമ്പം കാണിച്ചു കൊടുക്കുക, അതാണ് നല്ലത്. അപ്പം എങ്ങനെ ഉണ്ടെന്ന് പറയും, റിയാക്ഷൻ കാണാം. അതല്ലാതെ ഇപ്പോഴേ നമ്മൾ വിളിച്ചെത്തി കാണിക്കുന്ന ആദ്യമായിട്ട് ഒരു ആകാംക്ഷയാണ് ഇതില്ല. ഡ്രസ്സ് എങ്ങനെ ഉണ്ട്? കൊള്ളാമോടാ? കൊള്ളാമോടാ? കൊള്ളാം. അപ്പം നമുക്ക് ഒരുങ്ങാം. മേക്കപ്പിനെ പറ്റി പിന്നെ ABCD അറിയാത്തതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. എനിക്കിങ്ങനെ ഇരുന്ന് കൊടുക്കാനേ പറ്റൂ. അതും വെറുതെ ഇരിക്കാനും പറ്റില്ല. എൻ്റെ സ്വഭാവം അനുസരിച്ച് ഇങ്ങനെ അലച്ചും ബഹളം വെച്ചൊക്കെ ഇരിക്കണം. കഴിഞ്ഞ് നമ്മുടെ ഒരു മേക്ക് ഓവർ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ആദ്യം ഒരുപാട് കമൻറ്റ്സ് ഉണ്ടായിരുന്നു, സാലിയ വാ എന്ന് അടച്ച് വെക്കി, കുറച്ച് നേരത്തേക്ക് അവർ മേക്കപ്പ് ചെയ്യട്ടെ എന്നൊക്കെ. പക്ഷേ പറ്റില്ല കേട്ടോ, എനിക്കിങ്ങനെ അലച്ചും ബഹളം വെച്ചിരിക്കണം, അല്ലെങ്കിൽ എനിക്ക് ബോറടിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഗോൾഡ് ബട്ടൺ കിട്ടിയതിൻ്റെ ഇതിൽ നമുക്ക് ഇന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ വന്നിരിക്കുന്നത് നമ്മുടെ പുനലൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലുള്ള സ്റ്റുഡിയോ DM ക്രിയേഷൻ സ്റ്റുഡിയോ എന്ന് പറയുന്ന സ്റ്റുഡിയോയിലെ പയ്യന്മാരാണ്. എങ്ങനുണ്ട് ഇപ്പൊ എന്നെ കണ്ടിട്ട്? എങ്ങനുണ്ട്? അതിന് മൊത്തം ഒരു തീർന്നില്ലല്ലോ. ഇതൊന്ന് വെക്കുവാണ്ടേ. പിള്ളേരെ 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ പോകും. പിള്ളേരെ വിളിക്കാം. വ്ളോഗ് എടുക്കാനാണോ? ആ, ഏതെങ്കിലും ഒരു ചെറുത് വെക്കണം. ഇതാന്ന് തോന്നുന്നു കഴിഞ്ഞോട്ടം വെച്ചത്. അതാണ് പൂച്ചക്കണ്ണല്ലേ ഇത്? ആ, എന്നാൽ പൂച്ചക്കണ്ണ വേണ്ട, ഇത് വേണ്ട. ഹാപ്പി ബർത്ത്ഡേ. ഇന്ന് മൊത്തം ഞാൻ പാടായിരുന്നു. നീ കണ്ടോടാ എന്റെ വീഡിയോ? അതാണ് പിള്ളേരുടെ ബർത്ത്ഡേക്കൊക്കെ പാടാൻ ആളുകളാണ്. എന്റെ ബർത്ത്ഡേക്ക് ആര് പാടൂടാ? ഞാൻ തന്നെ പാടാം. എടുത്തേക്ക് അമ്മമാരെയൊക്കെ ചിരിച്ചോ. അതും കൊളാവായിരുന്നു. ആ, കൊളാവായിരുന്നു. ഷൂറാക്കെന്ന് പറഞ്ഞവര്. ഹായ് ലെക്സി, അമ്മായി കാണാൻ എങ്ങനെയുണ്ട്? മോനോട്ടാ, അമ്മ എങ്ങനെയുണ്ട്? അവന് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. പൊന്നു വേഗം പോയി യൂണിഫോം ഒക്കെ ഊരി ഫ്രഷ് ആയിട്ട് വാ. ഞാൻ ഈ ഇത്ത ഒരുക്കി തരും. അണ്ണേ
എൻ്റെ പകുതി സ്വഭാവം പൊന്നൂസിന് കിട്ടിയിട്ടുണ്ട്. ഒരുങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നെ ഒരുക്കുന്ന കണ്ടപ്പോഴേ പൊന്നൂസിന് ഒരുങ്ങണം. അത് ഞാൻ ഈ മോളോട് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. പൊന്നു കണ്ടുകൊണ്ട് വന്നാൽ പൊന്നൂന് ഒരുങ്ങണമെന്ന് പറയുന്നു. പക്ഷേ അതിനെണ്ണം വഴക്ക് പറയാണ്, വേണ്ട അവളെ ഒരുക്കണ്ടെന്നൊക്കെ. പിന്നെ ഞാൻ ജസ്റ്റ് പറഞ്ഞു, മോളെ ഒന്ന് മുടിയും ജീവിയിട്ട് ഒന്ന് ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്താൽ മതി, അവളുടെ ഒരു സന്തോഷം. പിന്നെ നമ്മുടെ അനിയന്മാരെ സാധാരണ ഗോൾഡ് ബട്ടണും നമ്മുടെ സിൽവർ ബട്ടണൊക്കെ എടുത്ത് കാണിക്കുവാണ്. എന്നെ ഒരുക്കുന്ന ഇങ്ങനെ അതിശയത്തിൽ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ മുടി ഇങ്ങനെ ബാക്കിലോട്ട് പൊക്കി വെച്ചാണ് കെട്ടിയത്. അത് കണ്ടപ്പോൾ തന്നെ അണ്ണൻ പറഞ്ഞു കൊള്ളത്തില്ല, ചേരുന്നില്ല, അവൾ എപ്പോഴും കെട്ടുന്ന പോലെ ചരിച്ച് കെട്ടുന്നതേ നല്ലതെന്ന്. അങ്ങനെ അണ്ണൻ അഭിപ്രായം പറഞ്ഞപ്പോൾ തന്നെ അനിയത്തി അഴിച്ച് ചീവിയിട്ട് സൈഡിലേക്ക് നമ്മളെപ്പോഴും കെട്ടുന്ന ഫാഷനിൽ കുറച്ച് പൊക്കി കെട്ടി കേട്ടോ. അപ്പം നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഫൈനലി ഒരുങ്ങി. ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച കമ്മലാണ് കേട്ടോ. ഡ്രസ്സ് വാങ്ങാൻ പോകുമ്പോൾ തന്നെ അതിന് ചേരുന്ന കമ്മലും ഞാനൊക്കെ വെക്കും. അല്ല ഇങ്ങനെ മനസ്സിലായി അക്കാക്ക്. പൊന്നൂസിന് സങ്കടമാവാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്ത് ഒരു ഇത്തിരി ഫൗണ്ടേഷനും ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് പൊന്നൂനെ സെറ്റാക്കി കേട്ടോ. ആ സമയത്ത് ഞാനും അണ്ണനും പുറത്തിറങ്ങി ഒന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്, കാരണം 5:30 ഇനി ഇരുട്ടി കഴിഞ്ഞാൽ ഫോട്ടോ ഒന്നും കിട്ടില്ലല്ലോ. അപ്പോൾ എൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് മുത്തുമണി? കൊള്ളാമോ? എന്നും എന്നെ കാണുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. പെട്ടെന്നൊരു മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതാണോ നല്ലത്, പഴയതാണോ നല്ലതെന്നൊക്കെ കമൻറ്റ് ഇടണേ മുത്തുമണീസ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിശേഷമോ കാര്യമൊക്കെ വന്നാൽ ഈ കുഞ്ഞിനെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഞാൻ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞ് ഞാനും അണ്ണനും അയ്യത്തൊക്കെ കുറച്ച് ഫോട്ടോസ് എടുത്തു. പിന്നെ ഞാനും പൊന്നൂസും മോനൂട്ടനും എല്ലാവരും കൂടി നിന്ന് ഫാമിലി ഫോട്ടോസൊക്കെ എടുത്ത്. മോനുകുട്ടൻ എപ്പോഴും ഒരേ രീതിയിൽ നിൽക്കും കേട്ടോ. പൊന്നൂസ് പക്ഷേ ഭയങ്കര സ്റ്റൈലൊക്കെ നിൽക്കും. അതിന് അണ്ണൻ പറയാം, അതെങ്ങനെയാണ് അമ്മയുടെ വലിയ മോള്, ഇതിനൊന്നും കുറവ് കാണൂലെന്ന്. അത് കഴിഞ്ഞ് നമുക്ക് മേക്കപ്പ് ചെയ്യാൻ വന്ന മോക്ക് ട്രെയിൻ 5:30 ഉണ്ടായിരുന്നു. അങ്ങനെ അണ്ണൻ ഒരു ഓട്ടോയിൽ കയറ്റി വിട്ടതിന് ശേഷം നമ്മൾ ബാക്കി ഫോട്ടോസൊക്കെ പിന്നെ എടുത്തു. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ബർത്ത്ഡേക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഗോൾഡൻ ബട്ടൺ ആണ്. 1 മില്യന്റെ നമ്മുടെ ഗോൾഡൻ ബട്ടൺ ആണ് എനിക്ക് ഏറ്റവും വലിയ സമ്മാനം. അപ്പോൾ കുറെ പേര് ചോദിച്ചായിരുന്നു അൺബോക്സിംഗ് വീഡിയോ വന്നില്ലല്ലോ. ഷാജഹാൻ. അപ്പൊ ഇതിന്റെ കൈ കിട്ടാൻ കാരണം നിങ്ങൾ എല്ലാവരുമാണ്. സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുകയാണ്. എല്ലാവരും ക്ലാപ്പ് എടുക്കണം. ഞാൻ എടുത്ത് വെക്കട്ടോ? വെക്കോ? ഒരു മിനിറ്റ്. അത് ടിക്കറ്റ് ഇങ്ങനെ എടുക്കണമായിരിക്കില്ല. പിന്നെ എങ്ങനെ മുറിക്കും? ടിക്കറ്റ് ടിക്കറ്റോടെ മുറിക്കാൻ പറ്റും. ഒന്ന് പിടിച്ചേരാ, ഒരു ഫോട്ടോ എടുത്തേ. എന്നെ പിടിച്ചോ. അപ്പൊ നമുക്ക് കേക്ക് മുറിക്കാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. ഗോഡ് ബ്ലസ് യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഞാൻ പാടുക. നല്ല കേക്ക്, അടിപൊളി കേക്ക്, അടിപൊളി. അതെ, പൊന്നൂന് മോനോട്ടന് കേക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അല്ലേ പൊന്നു? എങ്ങനെയുണ്ട് പൊന്നു? അടിപൊളിയാണോ?
അത്ത എന്തൊക്കെയോ ഒളിപ്പിച്ച് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ രാത്രി ഷോട്ട് ഇട്ടായിരുന്നു സർപ്രൈസ് ആയിട്ട് ഇന്നലെ രാത്രി തന്നെ കണ്ടായിരുന്നു. എന്നാലും പിന്നെ ഇട്ടതൊന്നുമില്ല. കാണിക്കണമല്ലോ എല്ലാരും കാണണം. ഷോട്ട് നിങ്ങൾ കണ്ട് കാണും. അതുകൊണ്ട് നമുക്ക് മേടിച്ചിരിക്കും. ഇതാണ് കമ്മല്. അപ്പൊ ഞാൻ എനിക്ക് കമ്മലുണ്ട്. നമ്മൾ തേർഡ് 3 സ്റ്റഡ് കുത്തിയിട്ടുണ്ട് മേക്കോട്ട് കേട്ടോ. അപ്പൊ അതിൻ്റെതായ കുറച്ചൊരു വലിയൊരു സ്റ്റഡാണ്. അപ്പൊ ഞാൻ അണ്ണനായിട്ട് എപ്പോഴും കുറച്ച് ഹെവി ആയിട്ട് ഉള്ളൊരു സ്റ്റഡ് വേണമെന്നേ, നല്ല എടുത്തറിയാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങൾ പറയുമായിരുന്നു. അപ്പൊ guys, പിന്നെ ഇത് മാറ്റി വെച്ചിട്ട് അവസാനം വാങ്ങിച്ചു തന്നെ. ഇത് കണ്ട ഈ സ്റ്റഡ് നല്ല ഹെവി ആയിട്ട് നമുക്ക് എടുത്തറിയാം. അപ്പൊ guys, ഞങ്ങളുടെ വക അമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ്. അപ്പൊ അമ്മയുടെ വക അമ്മയുടെ വകയാണ്. അല്ല, ഞങ്ങളുടെ നിങ്ങൾ രണ്ടുപേരെ വക ഒന്ന് കാണില്ലേ, തുറന്ന് കാണിച്ചേ. ഒരു വാച്ചാണ്, റോസ് ഗോൾഡിന്റെ ഒരു വാച്ചാണ്. റോസ് ഗോൾഡിന്റെ ഒരു വാച്ച് വാങ്ങണം കുറെ നാളായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുവായിരുന്നു. അത് ഞാൻ മേടിച്ചു കൊടുത്തേ. അവർക്കൊരു ഇത് വേണ്ടേ. ഇത് കുറച്ച് നമുക്ക് ടൈറ്റ് ആക്കണം, അപ്പം സെറ്റ് ആവും കേട്ടോ. നമ്മുടെ ക്യാമറാമാൻമാർക്ക് കേക്ക് കൊടുക്കട്ടെ. മോനുട്ടാ മാറും. എന്തോടാ വീട് വേണ്ടേ? മോളെ അവർക്ക് കിക്കാറ്റ് വേണം കുറെ നേരം. മോനെ ഒരു സൈഡിൽ നിന്ന് എടുക്കണ്ട, അല്ലെങ്കിൽ മൊത്തവും പോവാ. പിന്നെ മക്കൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാൻ പറ്റൂല. ഓക്കെ. കേക്ക് കട്ടിങ്ങും ഗിഫ്റ്റ് എല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ ബർത്ത്ഡേ ആഘോഷം ഇവിടെ കഴിഞ്ഞ കേട്ടോ. അത് കഴിഞ്ഞ് 6:15. അപ്പോൾ ഇരുട്ടുന്നതിന് മുമ്പ് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി രണ്ടാമത്തെ ഡ്രസ്സൊക്കെ ഇട്ട് നമ്മുടെ റോഡിൻ്റെ അവിടെ വന്ന് നിൽക്കുവാണ്. അപ്പോൾ പച്ചപ്പുള്ള സ്ഥലത്ത് നിൽക്കണമല്ലോ, അതിനാണ് ഈ ഇപ്പുറത്തെ വീട്ടിലെ അയ്യത്തിൻ്റെ അവിടെ വന്ന് നിൽക്കുന്നത് കേട്ടോ. സബ്സ്ക്രൈബർ ഓട്ടോയിൽ പോയതാണ്, ഓട്ടോ നിർത്തി ഫോട്ടോ എടുക്കാൻ വന്നേ. എന്ത് മോനെ പേര്? ആണ്ട് പൊന്നു നോക്കട്ടെ. മോനുട്ടാ വാ. അണ്ണന്റെ അടുത്ത് നിക്കണ്ടാന്ന്. അത് തന്നെ മോനൂട്ടാ. അത്ത നിക്കുന്നവനെ പോക്കറ്റിൽ കൈയിട്ടേ. ലുക്കായിട്ട് നില്ല് മോനൂട്ടാ. മോനൂട്ടാ നെല്ലി അടിപൊളി. അങ്ങനെ മുത്തുമണി നമ്മുടെ ബർത്ത്ഡേ ആക്കാണ്ട് ആഘോഷമൊക്കെ കഴിഞ്ഞ് തളർന്നു കുത്തിയാണ് എല്ലാം ഒലിച്ചിറങ്ങി കേട്ടോ. എന്തായാലും എല്ലാം ഹാപ്പി ആയിരുന്നു. എന്താണ്ടേ അവരൊക്കെ പോവാണ്. അതിന് പൊന്നൂസിനെ എന്നല്ല 2 ഡാൻസ് പഠിപ്പിച്ചു, അത് കളിക്കാം. ഇതൊക്കെ കൊളാബിൻ്റെ ഇതിലുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും കടയിൽ പോയി ഒരു പീസ് കേക്ക് വാങ്ങിച്ചിരുന്ന് ഫുഡും കഴിച്ചിട്ടെങ്കിൽ വന്നേനെ. അതായിരുന്നു എൻ്റെ അണ്ണൻ്റെയൊക്കെ ബർത്ത്ഡേ വരുമ്പോൾ ആഘോഷം. ഇവരുടെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ നമ്മളെല്ലാവരെയും വിളിച്ച് ആഘോഷിക്കും. ഓ മൂന്നൂട്ടനാണോ അടച്ചേ? അപ്പം ഇനി വേഗം ഇതെല്ലാം കഴുകി ദൂരെ കളയിട്ട് ഫ്രണ്ട്സ്. ആവി എടുക്കുന്നതുകൊണ്ട് ഹെയറൊക്കെ ഇത്രയും സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. എനിക്ക് ഇത്ര മുടിയില്ലെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഭയങ്കര വീർപ്പ് മൂട്ടുന്നു ഇത്രയും. സത്യത്തിൽ ഇത്ര ഉണ്ടായിരുന്നെങ്കിൽ എന്തുവായിരുന്നു എല്ലി പൊന്നു. കേക്ക് തിന്നാടാ. ഒരു കേക്ക് വാങ്ങിച്ചു വെച്ച് ഇവൻ എത്ര നേരമായിട്ട് തിന്നുന്നു. അപ്പം മുത്തുമണീസ് ലവ് യു സോ മച്ച്. അപ്പോൾ വിഷ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയും സ്നേഹവും എല്ലാം ഉണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. നമുക്ക് 1 മില്യൺ അടിച്ചതും നമുക്ക് ഗോൾഡ് ബട്ടൺ കിട്ടിയ സന്തോഷമൊക്കെ നമ്മൾ ആഘോഷിക്കുന്നത് ഈ കുരുന്നുകളോടൊപ്പമാണ് കേട്ടോ. അവർക്ക് ഒരു നേരത്തെ ആഹാരം അതാണ് ആഗ്രഹിച്ചത്. അപ്പോൾ ഞാൻ കുറേ നാളോട്ട് ഇങ്ങനെ നോക്കി വെച്ചിട്ട് ഈ ടീമിന് മെസ്സേജൊക്കെ അയച്ചു. അപ്പോൾ അവർ എത്ര പേർക്ക് ഫുഡ് കൊടുക്കണമെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ അയച്ചു തന്നു. അതിനനുസരിച്ച് നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കൊടുത്തു. പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അവരവിടെ ഫുഡ് എത്തിക്കും. ഫുഡ് എടുക്കുന്നതും കൊടുക്കുന്നതും ഒക്കെ നമുക്ക് വീഡിയോസ് എടുത്ത് അയച്ചു തരും. ഇതാണ് ഇതിനകത്തുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഇന്നലെ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഒരുപാട് പേര് അനുഗ്രഹിച്ചിട്ടും നല്ലത് പറഞ്ഞും കമൻ്റ് ഉണ്ടായിരുന്നു. അതിൽ ഒരു 3 പന്ന കമൻ്റ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇവരിത് എഡിറ്റ് ചെയ്തിട്ടേക്കാണ്, ഇവർ അവിടെ ഒന്നും പോയിട്ടില്ല, ചുമ്മാ ചെയ്യുവാണെന്നൊക്കെ. ആ സത്യമാണ്, എല്ലാ വീഡിയോസും എഡിറ്റിംഗ് അല്ലേ. അപ്പം ഞാൻ പോയി ഇതൊക്കെ ചെയ്യാൻ പറ്റും ഇവിടെയൊക്കെ. അപ്പം നമ്മൾ പേയ്മെൻറ്റ് അയച്ചു കൊടുക്കുക. ആ പൈസയിലാണല്ലോ എല്ലാം ഇരിക്കുന്നത്. ഇപ്പോൾ എല്ലാം എന്ത് വേണമെങ്കിലും പൈസ വേണം. ആ പൈസ അവിടെ എത്തിച്ചു. അവർ ഇതിനു വേണ്ടി ഒരു ടീമുണ്ട്. അവർ ഫുഡും കാര്യങ്ങളൊക്കെ എത്തിച്ചിട്ട് നമുക്കത് ദാണ്ട വീഡിയോ ആയിട്ട് അയച്ചു തരും. അത് നമ്മൾ എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ അടുത്ത് ഇടുന്നു. ഇതാണ് സത്യം.